മലപ്പുറം പരപ്പനങ്ങാടിയിൽ കനത്ത കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. മരം വീണ് നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. പാലത്തിങ്കൽ കോട്ടന്തല AMLP സ്കൂളിന്റെ മേൽക്കൂര തകർന്നിരിക്കുന്നു. വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ശാന്തകുമാർ വെള്ളാരത്താണ് നമുക്കൊപ്പം ചേരുന്നത്. ശാന്തകുമാർ, കനത്ത മഴയാണോ ആ പ്രദേശത്ത് ഉണ്ടാകുന്നത്? ഒരു സ്കൂളിന്റെ മേൽക്കൂര ഒന്നാകെ തകർന്നിട്ടുണ്ടല്ലോ. ബിനിൽ, മലപ്പുറത്ത് റെഡ് അലർട്ടാണ് ഇന്നലെയും ഇന്നും. അത് തന്നെയാണ്. ശക്തമായ മഴ തുടരുന്നു. ഒപ്പം തന്നെ പരപ്പനങ്ങാടി മേഖലയിലാണ് മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും ഉണ്ടായത്. അതാണ് ഇപ്പോൾ വലിയ നാശനഷ്ടം ഉണ്ടാക്കിയിരിക്കുന്നത്. നിരവധി മരങ്ങൾ കടപുഴകി വീണു. അതുപോലെ തന്നെ മരങ്ങളിലെ കമ്പുകൾ പൊട്ടി വീഴുന്ന സാഹചര്യമുണ്ടായി. ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പാലത്തിങ്കൽ കൊട്ടന്തല AMLP സ്കൂളിന്റെ മേൽക്കൂര പൂർണ്ണമായും പകർന്ന് ഓട് മുഴുവൻ താഴെ വീഴുന്ന സാഹചര്യമുണ്ടായി. വലിയ നാശനഷ്ടം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം ആ സ്കൂളിന്റെ ദൃശ്യങ്ങൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും. ആ സ്കൂളിന്റെ ഓട് പൂർണ്ണമായും താഴേക്ക് വീഴുന്നു. വലിയ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നു. അതുപോലെ തന്നെ വീടുകളുടെ മുകളിലേക്ക് മരം കടപുഴകി വീഴുന്നു. അങ്ങനെ ആളുകൾക്ക് പരിക്കൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിലും വലിയ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും റവന്യൂ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ പോലീസും സ്ഥലത്തെത്തി കാര്യങ്ങൾ വിലയിരുത്തുകയും തുടർ നടപടികളിലേക്ക് പോവുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം കൂടി ശാന്തകുമാർ, ഇപ്പോൾ മലപ്പുറത്ത് റെഡ് അലേർട്ട് ആണ് എന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ ഈ കോട്ടന്തല AMLP സ്കൂളിന്റെ മേൽക്കൂര തകർന്ന് അവിടെ ആളുകൾ ഉൾപ്പെടെ രക്ഷിതാക്കൾ ഉൾപ്പെടെ എത്തിയതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാനാകുന്നുണ്ട്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ മഴ ഇങ്ങനെ ശക്തമായി തുടരുമ്പോൾ ഏതെങ്കിലും പ്രദേശത്ത് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ആളുകളെ മാറ്റേണ്ട അല്ലെങ്കിൽ അപകട സാധ്യത നിൽക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടോ ജില്ലയിൽ? മലയോര മേഖലയിൽ റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ ചില ക്യാമ്പുകൾ തുറക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അത് 5 ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത്. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്നും മഴ തുടരുന്നുണ്ട്. ഇപ്പോൾ അല്പം മഴയ്ക്ക് കുറവുണ്ടെങ്കിലും രാവിലെ മുതൽ ശക്തമായ മഴ ഉണ്ടായിരുന്നു. അതേ സമയത്ത് മഴ കൂടാനുള്ള സാധ്യതയുമുണ്ട്. ഇന്ന് റെഡ് അലർട്ട് തന്നെയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യങ്ങൾ വിലയിരുത്തി ആവശ്യമെങ്കിൽ കൂടുതൽ ക്യാമ്പുകൾ തുറക്കുന്നതിനുള്ള ശ്രമവും റവന്യൂ വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അതിനുള്ള കൂടിയാലോചനയും നടന്നു വരികയാണ്. പിന്നെ ഓക്കെ, ശരി. ശാന്തകുമാർ വെള്ളാരത്താണ് വിവരങ്ങളുമായി ചേർന്നിരിക്കുന്നത്. ഇപ്പോൾ മലപ്പുറത്ത് ശക്തമായ മഴയാണ്. പരപ്പനങ്ങാടിയിലാണ് കനത്ത കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം ഉണ്ടായത്.